നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും കാർഷിക സംസ്കാരം ഉണർത്തുക, കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലെത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കൃഷി സമൃദ്ധി പദ്ധതി രൂപീകരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് ഹെൽത്ത് കാർഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റും യൂണിറ്റ് പ്രസിഡന്റുമായ കെ ഭാഗ്യനാഥൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വിജയം കൊയ്ത് ചേർപ്പ് കബഡി അക്കാദമി. ചേർപ്പ് CNN സ്കൂളിൽ നടന്ന ജില്ലാ കബഡി ചാമ്പ്യൻഷിപ്പിൽ 3 സ്വർണവും 1 വെങ്കലവും സ്വന്തമാക്കിയാണ് ചേർപ്പ് കബഡി അക്കാദമിയുടെ തേരോട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും കാർഷിക സംസ്കാരം ഉണർത്തുക, കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലെത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ കൃഷി സമൃദ്ധി പദ്ധതി രൂപീകരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ നൂതനങ്ങളായിട്ടുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. വലിയ വലിയ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നയിക്കുകയും മുന്നോട്ട് പോവുകയും നമ്മുടെ മേഖലയിലുള്ള ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള നമ്മുടെയൊക്കെ ആവശ്യമായിട്ടുള്ള ഭക്ഷ്യസുരക്ഷ ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് സർക്കാരും ത്രിതല പഞ്ചായത്തുകളും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മേഖല എന്ന് പറയുന്നത് നെൽകൃഷിക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. ചുറ്റും നെൽകൃഷിയാണ് ഉള്ളത്. നന്നായിട്ട് കൃഷി ചെയ്യുന്ന നെൽകർഷകരെ അടങ്ങുന്ന ഒരു സമൂഹം കൂടിയാണ് ഗ്രാമപഞ്ചായത്ത്. ബ്ലോക്കിന്റെ പരിധി എന്ന് പറയുന്നത് തന്നെ നെൽകർഷകർക്ക് അമിതമായ പ്രാധാന്യം നൽകുന്ന ഒന്നാണ്. നമ്മെ സംബന്ധിച്ച് ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് എല്ലാതരം കർഷകരെയും ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് നെല്ല് മാത്രമല്ല, അത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും നന്നായി നടത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഊർജ്ജസ്വലരാക്കുക, നമ്മുടെ ജനതയെ ഏറ്റവും നന്നായിട്ട് അതിനാവശ്യമായ രീതിയിലുള്ള ഒരിക്കലും പദ്ധതിയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ജനകീയ പദ്ധതിയുടെ 2ാം ഘട്ടമായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും കൃഷി വകുപ്പിന്റെയും വിഭവ സംയോജനത്തിലൂടെ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും 107 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ബീക്കൺ പഞ്ചായത്തുകളായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ചടങ്ങിൽ കൃഷി സമൃദ്ധി പദ്ധതി വിശദീകരിക്കുകയും പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ച കതിർ ആപ്പ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് AD A മാലിനി വിഷയാവതരണം നടത്തി. മണ്ണിന്റെ പരിപാലനവും സംരക്ഷണവും എന്ന വിഷയത്തിൽ ഡോക്ടർ ആര്യലക്ഷ്മി ക്ലാസ് എടുത്തു. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. ഏറ്റവും കൂടുതൽ കർഷകരാണുള്ളത്, പക്ഷേ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആളുകൾ വളരെ കുറച്ചാണ്. അപ്പൊ നമ്മളെല്ലാവരോടും നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ കർഷകരോടും ഈ ആപ്പിൽ രജിസ്ട്രേഷൻ നടത്തണം. എങ്കിൽ മാത്രമാണ് കൃത്യമായി അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ കൃഷിക്കാരിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വേണ്ട ആശംസകൾ. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് പോൾ, പ്രമോദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിത മണി, പഞ്ചായത്ത് അംഗങ്ങളായ സ്മിനു മുകേഷ്, ജൂബി മാത്യു, PK ലിജീവ്, സുബിത സുഭാഷ്, CB സുരേഷ്, KB സുനിൽ, പാറളം കൃഷി ഓഫീസർ DT മരിയ ഡൊമിനിക്, CDS ചെയർപേഴ്സൺ രജനി ഹരിഹരൻ എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് ഹെൽത്ത് കാർഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റും യൂണിറ്റ് പ്രസിഡന്റുമായ കെ ഭാഗ്യനാഥൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു.
സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി വരെ വ്യാപാര മേഖലയെ ഉപയോഗിക്കുകയാണ്. ഇന്നിപ്പോൾ കുറച്ച് നാളുകളായിട്ട് പുതിയൊരു സംവിധാനം, ഫുഡ് ഐറ്റം കൈകാര്യം ചെയ്യുന്നവരൊക്കെ തന്നെ ഹെൽത്ത് കാർഡ് എടുക്കണം എന്നുള്ളൊരു സംവിധാനം ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുകയാണ്. 6 മാസം ഇതിൻ്റെ ഹെൽത്ത് കാർഡിൻ്റെ വാലിഡിറ്റി ഉണ്ട്. അതായത് ഒരു വ്യാപാര സ്ഥാപനത്തിൽ 6 സ്റ്റാഫ് ഉണ്ടെങ്കിൽ 6 സ്റ്റാഫും ഹെൽത്ത് കാർഡ് എടുക്കണം. 6 മാസം കൂടുമ്പോൾ ഹെൽത്ത് കാർഡ് എടുക്കണം. അവർക്ക് ടൈഫോയിഡിൻ്റെ ഇഞ്ചക്ഷൻ ചെയ്യണം. അങ്ങനെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് വ്യാപാര മേഖലയായിരിക്കും. അതിൻ്റെ ഒരു ഹെൽത്ത് കാർഡ് എടുക്കണമെങ്കിൽ ആദ്യം ഐ ടെസ്റ്റ് ചെയ്യണം, സ്കിൻ ഡോക്ടറെ കാണണം. അപ്പോൾ ഇതിനൊക്കെ കൂടി സംഘടന അവർക്കൊക്കെ ഉപകാരപ്രദമായിട്ട് ഇതൊരു ക്യാമ്പ് മാതിരി ഈ ഡോക്ടർമാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത്, ഐ ടെസ്റ്റ് ചെയ്ത്, സ്കിൻ ടെസ്റ്റ് ചെയ്ത് ഒക്കെ അവരുടെ ഒരു കുടക്കീട് ഇതിന് ഇവിടുത്തെ തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും ഗുണകരമായിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. ഭോജനശാലയിൽ ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി അരുൺ, ട്രഷറർ കെ മോഹനൻ, വൈസ് പ്രസിഡന്റ് കെ വർഗീസ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് KG രതീഷ്, ശരത് ഗോപി, ശ്രീരാജ്, വനിതാ വിംഗ് പ്രസിഡന്റ് ഷീല പ്രേംരാജ്, ബിജി ബെന്നി, സുബൈദ എന്നിവർ സംസാരിച്ചു. ഇവൻ്റെ പുറകിലായിട്ട് കാണാം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി CRP യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വർഷങ്ങളായിട്ട് നടത്തി വരുന്ന ഹെൽത്ത് കാർഡ് ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. ഒരു ദിവസം തന്നെ 400-500 പരം ആൾക്കാർ വ്യാപാരികൾ, ചെറുകിട വ്യാപാരികളായിട്ടുള്ളവർ വന്നിട്ട് ക്യൂ നിന്ന് ഹെൽത്ത് കാർഡ് എടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊരു ലാബിൽ പോയാലോ ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാലോ 1000 രൂപ 1500 രൂപയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ തുച്ഛമായ തുകയിൽ നമ്മുടെ വ്യാപാരികൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. മാത്രമല്ല നിങ്ങൾക്കറിയാം 10-16 ലൈസൻസ് ഈ വന്നിരിക്കുന്ന വ്യാപാരികൾ എടുത്തിരിക്കണം, എന്നാലേ അവർക്കൊരു സ്ഥാപനം കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇതൊന്നും വേണ്ടാതെ ഒരു വിഭാഗം അനധികൃത വഴിയോര കച്ചവടക്കാർ ഈ ടൈഫോയിഡ് വാക്സിൻ വേണ്ട, ഹെൽത്ത് കാർഡ് വേണ്ട, ഒന്നും വേണ്ട, അവരെ ചെക്ക് ചെയ്യാൻ ആരുമില്ല. ഒരു മനുഷ്യനും അവരെ ചെക്ക് ചെയ്യുന്നില്ല. ഈ അധികാരികളാരും അവിടെ പോയി ചെക്ക് ചെയ്യുന്നില്ല, ഫൈൻ അടയ്ക്കുന്നില്ല. അവർ കയറുന്നത് അവിടെയാണ്. ലൈസൻസും ഈ ഹെൽത്ത് കാർഡും ഒക്കെ എടുത്തിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ കയറിയിട്ടാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അവരുടെ വ്യാപാരം തടസ്സപ്പെടുത്തുകയാണ്. വിജയം കൊയ്ത് ചേർപ്പ് കബഡി അക്കാദമി. ചേർപ്പ് CNN സ്കൂളിൽ നടന്ന ജില്ലാ കബഡി ചാമ്പ്യൻഷിപ്പിൽ 3 സ്വർണവും 1 വെങ്കലവും സ്വന്തമാക്കിയാണ് ചേർപ്പ് കബഡി അക്കാദമിയുടെ തേരോട്ടം. ചേർപ്പ് CNN സ്കൂളിൽ നടന്ന 14 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെയും പുരുഷന്മാരുടെയും മത്സരങ്ങളിലാണ് ചേർപ്പ് കബഡി അക്കാദമി മിന്നും വിജയം കരസ്ഥമാക്കിയത്. 14 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ മത്സരത്തിൽ ചേർപ്പ് കബഡി അക്കാദമി A ടീം 1-ാം സ്ഥാനവും പഴഞ്ഞി കബഡി അക്കാദമി 2-ാം സ്ഥാനവും ചേർപ്പ് കബഡി അക്കാദമി B ടീമും GVHSS നന്ദിക്കരയും 3-ാം സ്ഥാനവും കരസ്ഥമാക്കിയത്. ആൺകുട്ടികളുടെ മത്സരത്തിൽ ചേർപ്പ് കബഡി അക്കാദമി 1-ാം സ്ഥാനവും പാടുക്കാട് കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂൾ 2-ാം സ്ഥാനവും സെന്റ് ജോസഫ് HSS വെളുപ്പാടവും ഹോളിഗ്രേസ് മാള 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. പുരുഷ വിഭാഗം ചേർപ്പ് കബഡി അക്കാദമി 1-ാം സ്ഥാനവും സ്റ്റോക്ക്യാർഡ് വാടാനപ്പള്ളി 2-ാം സ്ഥാനവും റൈസിംഗ് സ്റ്റാർസ് പാടുക്കാട് യൂണിവേഴ്സൽ കോളേജ് തൃശൂർ എന്നിവ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. സംസ്ഥാന മത്സരത്തിലേക്കുള്ള ജില്ലാ ടീമുകളുടെ പരിശീലനം CNN സ്കൂളിൽ വെച്ച് തന്നെ നടക്കുമെന്ന് ടെക്നിക്കൽ കമ്മിറ്റി അറിയിച്ചു. വല്ലച്ചിറ ഫോട്ടോക്രാഫ്റ്റ് ഡിജിറ്റൽ സ്റ്റുഡിയോയുടെ 9-ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് കേക്ക് മുറിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഫോട്ടോഗ്രാഫ്റ്റ് സ്റ്റുഡിയോ നമ്മുടെ സലീഷിൽ 9 വർഷം മുൻപാണ് ഇത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് വല്ലച്ചിറയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഒരുപക്ഷെ വല്ലച്ചിറ പ്രദേശത്ത് ആദ്യമായിട്ടുള്ള ഒരു സ്റ്റുഡിയോ എന്നുള്ള രീതിയിൽ ഫോട്ടോഗ്രാഫ്റ്റ് സ്റ്റുഡിയോയുടെ പ്രവർത്തനം ആരംഭിക്കുകയും 9 വർഷക്കാലം നമ്മളുടെ പൊതുരംഗത്തും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ഈ ഫോട്ടോ ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഏറ്റവും നന്നായിട്ട് ഇടപെടുകയും നമ്മുടെ പൊതു പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യമായി അത് പ്രതിഫലം ഇച്ഛിക്കാതെ തന്നെ വളരെ നന്നായി നമ്മുടെ ചിത്രങ്ങളൊക്കെ എടുത്ത് സാമൂഹിക നന്മ ലക്ഷ്യമാക്കി ഒരു ഫോട്ടോ സ്റ്റുഡിയോ എങ്ങനെ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കാമെന്ന് കഴിഞ്ഞ 9 വർഷമായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.
സജീവ സാന്നിധ്യമായിട്ട് വല്ലച്ചിറയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മളുടെ ചിത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുന്നതിന് വേണ്ടി വളരെ ഭംഗിയായി നമ്മളുടെ ചിത്രങ്ങളും ഒപ്പം തന്നെ നമ്മളുടെ പ്രദേശത്തെ മറ്റേത് ചിത്രങ്ങളായാലും പഞ്ചായത്ത് പരിപാടികളായാലും അതുപോലെ തന്നെ മറ്റേത് പരിപാടികളായാലും ആ പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യമായി വല്ലച്ചിറയുടെ പ്രകൃതി രമണീയത വളരെ ഭംഗിയായി ഒപ്പിയെടുക്കുകയും നമ്മളുടെ ചിത്രങ്ങളും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഭംഗിയായി നമ്മളുടെ ചിത്രങ്ങളെ നമുക്ക് ഫ്രെയിം ചെയ്ത് ലഭിക്കുന്നതിനൊക്കെ സാധ്യമാവുകയാണ്. അത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഫോട്ടോഗ്രാഫ്റ്റ് സ്റ്റുഡിയോ കൂടുതൽ അതിൻ്റെ വിപുലീകരണത്തിൻ്റെ പാതയിലാണ്. 3-ാം വാർഡ് മെമ്പർ ടി വി സുബ്രഹ്മണ്യൻ ചടങ്ങിൽ സംസാരിച്ചു. മറ്റു പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ വാർഷികത്തോടനുബന്ധിച്ച് ആകർഷകങ്ങളായ പുതിയ വെഡ്ഡിംഗ് പാക്കേജുകൾ അവതരിപ്പിച്ചു. വാഗ ബോൺസ് ക്രിക്കറ്റ് അക്കാദമി നടത്തുന്ന 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ 2ാമത് ഓൾ കേരള ക്രിക്കറ്റ് ടൂർണമെന്റ് ജനുവരി 30 മുതൽ നടക്കും. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കൗൺസിലർ കെ സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. VB മാൾ ചെയർമാൻ ഷൈജു കാനാടി മുഖ്യാതിഥിയാകും. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 16 പ്രമുഖ ക്രിക്കറ്റ് അക്കാദമികൾ ടൂർണമെന്റിൽ അണിനിരക്കും. 16 ടീമുകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരങ്ങൾ നടക്കുക. വിജയികൾക്ക് രാധേട്ടൻ മെമ്മോറിയൽ ട്രോഫിയും 33,333 രൂപയും, 2ാം സ്ഥാനം നേടുന്നവർക്ക് ട്രോഫിയും 22,222 രൂപയും, ടൂർണമെന്റിലെ മികച്ച കളിക്കാരന് 5,000 രൂപ ക്യാഷ് പ്രൈസും നൽകും. വാഗ് ബോൺസ് ക്രിക്കറ്റ് അക്കാദമിയും വൈറ്റില ക്രിക്കറ്റ് അക്കാദമിയും തമ്മിലാണ് ആദ്യ മത്സരം. ഫെബ്രുവരി 16-നാണ് ഫൈനൽ മത്സരം നടക്കുക. പെരിങ്ങോട്ടുകര കാനാടി ട്രസ്റ്റ് മങ്ങാട്ടുപാടം ടൂർണമെന്റിന് വേദിയാകും. വാർത്താ സമ്മേളനത്തിൽ വാഗ് ബോൺസ് ക്രിക്കറ്റ് അക്കാദമി പ്രസിഡന്റ് ഡോക്ടർ ശിവപ്രസാദ്, സെക്രട്ടറി AS മനോജ്, ജോയിന്റ് സെക്രട്ടറി ഷാജി കുമാർ, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ CS രാജേഷ്, PA സലീം എന്നിവർ പങ്കെടുത്തു. ഞങ്ങൾ വാഗ് ബോൺസ് ക്രിക്കറ്റ് അക്കാദമി പെരിങ്ങോട്ടുകര ഈ മാസം ജനുവരി 30 നാളെ മുതൽ പഴയിൽ വെസ്റ്റ് ഗോകുലം സ്കൂളിൻ്റെ മുമ്പിലുള്ള മങ്ങാട്ടുപാടത്ത് വെച്ചിട്ട് രാധേട്ടൻ മെമ്മോറിയൽ 2ാമത് 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഓൾ കേരള ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്തുകയാണ്. ഞങ്ങളിത് 2ാമത്തെ തവണയാണ് നടത്തുന്നത്. കഴിഞ്ഞ വർഷം 8 ടീമുകളാണ് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് പങ്കെടുത്തത്. ഈ വർഷം അത് 16 ടീമുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് 4 ടീമുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് 3 ഉണ്ട്, ആലപ്പുഴയിൽ നിന്ന് 2, എറണാകുളത്ത് നിന്ന് 4, പിന്നെ മലപ്പുറം, കോഴിക്കോട്. ടീമുകൾ നമുക്ക് മറ്റു ജില്ലകളിൽ നിന്നും ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. പക്ഷേ ഒരു 16 ടീം ഒതുക്കിയിട്ടാണ് നമ്മളിത് ടൂർണമെൻറ്റ് നടത്തുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 30-ാം തീയതി തുടങ്ങിയിട്ട് അത് അവസാനിക്കുന്നത് 16-ാം തീയതിയാണ്. അപ്പോൾ 4 പൂളുകളായിട്ട് തിരിച്ചിട്ടാണ് 4 ടീമുകളുടെ 4 പൂളുകളാക്കി തിരിച്ചിട്ടാണ് നമ്മൾ ടൂർണമെൻറ്റ് നടത്തുന്നത്. അതിൽ ആദ്യത്തെ ലീഗ് ഇതായിരിക്കും. ഓരോ ഗ്രൂപ്പിലും ലീഗ് മത്സരങ്ങൾ നടത്തിയിട്ട് അതിൽ ജേതാക്കൾ ഫസ്റ്റായിട്ട് വരുന്നവരെ നേരിട്ട് സെമിയിലേക്ക് കടത്തി സെമി ഫൈനൽ മത്സരം നടത്തും. അത് സെമി ഫൈനലിൽ നമ്മൾ നടത്തുന്നത് ഫെബ്രുവരി 15-ാം തീയതിയാണ്. ഫൈനല് 16-ാം തീയതി. റേഷൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിച്ച് ഭക്ഷ്യധാന്യ വിതരണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എങ്ങണ്ടിയൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. KPCC ആഹ്വാനം ചെയ്ത പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഏങ്ങണ്ടിയൂർ പുളിഞ്ചോട് സെന്ററിലെ 87-ാം നമ്പർ റേഷൻ കടയ്ക്ക് മുന്നിലും പ്രതിഷേധ ധർണ നടത്തിയത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട് അധ്യക്ഷത വഹിച്ചു. DCC അംഗം ഇർഷാദ് K ചേറ്റുവ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ഘോഷ് തുഷാര, OK പ്രൈസൻ, രാധാകൃഷ്ണൻ പുളിഞ്ചോട്, ബീന സിംഗ്, INTUC റീജിയണൽ സെക്രട്ടറി CV തുളസീദാസ്, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫാറൂഖ് യാറത്തിങ്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രീത സജി, ചെമ്പൻ ബാബു, മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KPR പ്രദീപ്,
എന്നിവർ സംസാരിച്ചു. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ ഇടപെടുന്നില്ലെന്നാരോപിച്ച് കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. നാട്ടിക കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിലായിരുന്നു പ്രതിഷേധം. തുടർന്ന് നടന്ന യോഗത്തിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MV സജീവ് അധ്യക്ഷനായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ VK പ്രദീപ്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് VK സുശീലൻ, KN വേണുഗോപാൽ, ലൂയിസ് താണിക്കൽ എന്നിവർ സംസാരിച്ചു. EM ബഷീർ, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, ജഗദീഷ് രാജ് വാളമുക്ക്, പ്രമോദ് കണിമംഗലത്ത്, വിനയൻ കൂനമ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി. ചാഴൂർ വൃദ്ധജന സമിതി 17ാം വാർഷികാഘോഷവും കുടുംബസംഗമവും വയോജന സമിതി കെട്ടിട പരിസരത്ത് വ്യാഴാഴ്ച രാവിലെ 10-ന് നടക്കും. സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചെരുവിൽ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സുവനി പ്രകാശനം, കലാപരിപാടികൾ, തിരുവാതിരക്കളി എന്നിവ അവതരിപ്പിക്കും. 17-അംഗ കമ്മിറ്റിയാണ് പരിപാടികൾക്ക് നേതൃത്വം വഹിക്കുന്നത്. 60 വയസ്സിന് മുകളിലുള്ളവരാണ് അംഗങ്ങൾ. 2 വർഷമായി പകൽ വീടും പ്രവർത്തിച്ചു വരുന്നു. പ്രഭാത ഭക്ഷണത്തോടെ സജീവമാകുന്ന പകൽ വീട് വൈകുന്നേരത്തെ ചായയ്ക്ക് ശേഷം 5-ഓടെ സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ ജോസ് ഇഞ്ചോടിക്കാരൻ, ദിവാകരൻ കോക്കാന്ത്ര, ഗിരീഷ് പടുക്കപ്പറമ്പിൽ, രവീന്ദ്രൻ തിരുമുറ്റം, ഷെരീഫ് ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു. 7ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. വൃദ്ധജന സമിതിയുടെ കീഴിൽ 2023 ജനുവരി 1 മുതൽ പകൽ വീടും പ്രവർത്തിച്ചു വരുന്നു. സമിതിയുടെ ലക്ഷ്യങ്ങൾ: 60 വയസ്സ് കഴിഞ്ഞ ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള ഏതൊരു വ്യക്തിക്കും ഈ സമിതിയിൽ അംഗത്വം നൽകുന്നു. അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 17-അംഗ കമ്മിറ്റിയാണ് ഭരണം നടത്തുന്നത്. അംഗങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും ശ്രേയസ്സിനുമായി ആവശ്യമായ പദ്ധതികൾ ആരംഭിക്കുക, ചികിത്സാ സഹായനിധി രൂപീകരിക്കുക, സംഘടനാ പ്രവർത്തനത്തിന് വേണ്ട സ്ഥാവര ജംഗമ സ്വത്തുക്കൾ സമ്പാദിക്കുക, പെൻഷൻ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുവാൻ പ്രവർത്തിക്കുക. 1/4 നൂറ്റാണ്ടിന് ശേഷം വീണ്ടും ഒരു താലികെട്ട് ഗുരുവായൂർ നടയിൽ നടന്നപ്പോൾ മാതാപിതാക്കളുടെ വിവാഹം കണ്ട് മനംനിറഞ്ഞ് മകൾ. തൃശൂർ മണലൂർ സ്വദേശികളായ ഷൈനൻ, ലജിന ദമ്പതികളുടെ വിവാഹമാണ് മകളുടെ ആഗ്രഹപ്രകാരം ആചാരപൂർവ്വം വീണ്ടും നടത്തിയത്. മണലൂർ സ്വദേശി ഷൈനന്റെയും ഭാര്യ ലജിനയുടെയും വിവാഹമാണ് 25 വർഷങ്ങൾക്കിപ്പുറം ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടന്നത്. മുൻകൈയെടുത്തത് 24-കാരിയായ മകൾ അയോമി. മണ്ഡപത്തിൽ വെച്ച് താലികെട്ടും മാലയിടലും സിന്ദൂരം ചാർത്തലും നടന്നു. ക്ഷേത്രനടയിലെ ചടങ്ങിന് ശേഷം വീട്ടിലെത്തിയ ദമ്പതികൾക്ക് നിലവിളക്ക് നൽകി സ്വീകരണം. വർഷങ്ങളായുള്ള മകളുടെ ആഗ്രഹമായിരുന്നു മാതാപിതാക്കൾ നിറവേറ്റിയത്. കരാട്ടെ, ജൂഡോ അധ്യാപകനായ ഷൈനൻ 25 വർഷം മുൻപാണ് ലജിനയെ 13 വർഷത്തെ പ്രണയത്തിനൊടുവിൽ സ്വന്തമാക്കുന്നത്. തൃക്കുന്നത്ത് ക്ഷേത്രത്തിൽ വെച്ച് 2000 ജനുവരി 28-നായിരുന്നു ഇവരുടെ വിവാഹം. ഞങ്ങൾ 2000 ജനുവരി 28-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. നമ്മുടെ തൃക്കുന്നത്ത് ശിവക്ഷേത്രത്തിലാണ് വിവാഹം കഴിഞ്ഞത്. മകളുണ്ടായതിന് ശേഷം മകള് വളരെ ചെറുപ്പത്തിൽ തന്നെ പറയും, അച്ഛൻ്റെ അമ്മയുടെയും വിവാഹത്തിന് എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളൊരു 10-15 വർഷം കഴിഞ്ഞിട്ട് ഒരു വിവാഹം കഴിക്കണം എന്ന് അവളുടെ ആവശ്യപ്രകാരം, അയോമി എന്നാണ് പേര്, അവൾ ബാംഗ്ലൂർ മെഡിക്കൽ കോഡിങ് ജോലി ചെയ്യുന്നു, ബാംഗ്ലൂർ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ അവളുടെ ഒരു താല്പര്യപ്രകാരമാണ് അത്. വളരെ നാളുകളായിട്ട് ഇത് ചെയ്തു. അങ്ങനെ 25 വർഷം പൂർത്തിയാക്കുമ്പോൾ ആ 25 വർഷത്തിൽ ലാസ്റ്റ് സമയത്ത് ഇങ്ങനെ ഒരു ഗുരുവായൂർ വെച്ചിട്ട് തന്നെ ഇങ്ങനൊരു ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. അത് തന്നെയല്ല, നമ്മളന്ന് അന്ന് ഉണ്ടായിരുന്ന കോസ്റ്റ്യൂം, അതായത് അന്നത്തെ ഡ്രസ്സുകൾ തന്നെയാണ് ഇപ്പോൾ ഈ 25ാമത്തെ ഇത് പൂർത്തിയാക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച കോസ്റ്റ്യൂം. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള 25 കൊല്ലം കഴിഞ്ഞിട്ടും അത് അങ്ങനെ തന്നെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് 25ാമത്തെ കൊല്ലം നമ്മൾ ഗുരുവായൂർ വെച്ചിട്ട് ഇത് ചെയ്തു. ഇത് നമ്മൾ ഒരാളും ഇൻഫോം ചെയ്തിട്ടില്ല, ഒരാളോടും ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മളിങ്ങനെ ഇങ്ങനൊരു സംഭവം ചടങ്ങ് ഇങ്ങനെ ചെയ്തു. ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇവിടെ തിരിച്ചെത്തി. മകൾ അയോമിക്ക് ചെറുപ്രായത്തിൽ വിവാഹ ഫോട്ടോ ആൽബം കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ മാത്രം കാണാനില്ല എന്ന് പറഞ്ഞ് കരയുമായിരുന്നു. അടുത്ത കല്യാണത്തിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു അത്രേ പതിവ്. 10ലും കഴിഞ്ഞില്ല, 15ലും അങ്ങനെ നടന്നില്ല, 20ലും നടന്നില്ല, 25 ഇപ്പം ഞാനിപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒന്ന് കല്യാണം എനിക്ക് കാണണം എന്നൊന്ന് ആഗ്രഹമുണ്ട്,
ഒന്ന് നിങ്ങളിങ്ങനെ പതുക്കെ ചെറുതിലോട്ടേ ഇങ്ങനെ പറഞ്ഞേക്കണല്ലേ, അപ്പോൾ പതുക്കെ ഇപ്പം ഞാൻ വലുതായപ്പോൾ ഞാനിങ്ങനെ ഒരാഗ്രഹം മുന്നോട്ട് വെച്ചപ്പോൾ അച്ഛന് പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല, അമ്മ തീരെ സപ്പോർട്ടായിരുന്നില്ല, അമ്മയ്ക്ക് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ കുറേ പറഞ്ഞ് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തു. അപ്പോഴാണ് ബുക്ക് ചെയ്ത് പ്രിൻ്റ് ഔട്ട് കാണിച്ചു കൊടുത്തപ്പോഴാണ് അമ്മ ഇത് വേണോ എന്ന് ചോദിച്ചായിരുന്നു. പിന്നെ കുറേ ഇങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് രണ്ടുപേരും ഓക്കെ പറഞ്ഞു. ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എല്ലാവർക്കും ഒരു സർപ്രൈസായിട്ട് ഞാൻ വെച്ചതാണ്. ഞാനും അമ്മയും അച്ഛനും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ഒരാൾക്കും അറിയണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ചിട്ട് വീണ്ടും എനിക്ക് അമ്മയുടെ അച്ഛൻ്റെയും കല്യാണം കാണാനായിട്ട് ഒരു ഭാഗ്യമുണ്ടായി. ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന മകൾ അയോമി മാതാപിതാക്കളെ അറിയിക്കാതെയാണ് വിവാഹത്തിനായി ബുക്കിംഗ് നടത്തിയത്. അമ്മയുടെ ഭാഗത്തു നിന്ന് ആദ്യം എതിർപ്പുണ്ടായെങ്കിലും മകളുടെ ആഗ്രഹം നിറവേറ്റണമെന്ന പിതാവിന്റെ നിലപാട്. ബന്ധുവായ സുധർമ്മൻ ചിരുകണ്ടത്ത്, മകളുടെ സുഹൃത്തുക്കളായ അപർണ, ലക്ഷ്മി എന്നിവരാണ് ഷൈനന്റെയും ലജിനയുടെയും വിവാഹത്തിൽ പങ്കെടുത്തത്. ചിറക്കൽ പാലത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക പാലത്തിനോട് ചേർന്ന് പൈലിംഗ് പ്രവൃത്തികൾ നടത്തേണ്ടതിനാലും പഴയ പാലത്തിന്റെ കല്ലുകൾ പൂർണ്ണമായും നീക്കം ചെയ്യേണ്ടതിനാലും താൽക്കാലിക പാലത്തിനെ ബലപ്പെടുത്തുന്നതിനുമായി വ്യാഴാഴ്ച താൽക്കാലിക പാലത്തിലൂടെ വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുന്നതായി പൊതുമരാമത്ത് വകുപ്പ് വിഭാഗം അറിയിച്ചു. ആംബുലൻസുകൾക്ക് താൽക്കാലിക പാലത്തിലൂടെ കടന്നുപോകുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നതാണെന്നും അറിയിക്കുന്നു. വെള്ളിയാഴ്ച എല്ലാ വാഹനങ്ങൾക്കും താൽക്കാലിക റോഡിലൂടെ നിരോധനം ഏർപ്പെടുത്തിയതായി അറിയിക്കുന്നു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7595 രൂപ, പവന് 60,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും കാർഷിക സംസ്കാരം ഉണർത്തുക, കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലെത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കൃഷി സമൃദ്ധി പദ്ധതി രൂപീകരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് ഹെൽത്ത് കാർഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റും യൂണിറ്റ് പ്രസിഡന്റുമായ കെ ഭാഗ്യനാഥൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വിജയം കൊയ്ത് ചേർപ്പ് കബഡി അക്കാദമി. ചേർപ്പ് CNN സ്കൂളിൽ നടന്ന ജില്ലാ കബഡി ചാമ്പ്യൻഷിപ്പിൽ 3 സ്വർണവും 1 വെങ്കലവും സ്വന്തമാക്കിയാണ് ചേർപ്പ് കബഡി അക്കാദമിയുടെ തേരോട്ടം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.